Assalamualaikum warahmatullahi wabarakatuh. ആരൊക്കെ വന്നേ? ആയിഷ വന്ന്. ആയിഷ, അബ്രാം, രണ്ടുപേരേ ഉള്ളൂ. ഇതാരാ? സഹ്റ. ഓക്കെ 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 ഓക്കെ. സഹ്റ. ഓക്കെ ഓക്കെ. എല്ലാവരും ഹോംവർക്ക് ഒക്കെ ചെയ്താ? ഞാനിപ്പോ വരാട്ടോ. വരാട്ടോ. ഒന്നും കൂടി ക്ലിയർ ആവാണ്ടേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും ഹോംവർക്ക് ഒക്കെ എഴുതിയാ? മാഷാഅല്ലാ, മബ്രൂക്ക്. ഇപ്പൊ ആരൊക്കെ വന്നേ? ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. ആയിഷ വന്നിട്ടുണ്ടല്ലേ? ജുവൈരി ഒന്ന് ലീവാണ്. സഹ്റ വന്നില്ല. മാഷാഅല്ലാ, അബ്രാം എന്ന് നേരത്തെ വന്നു. അപ്പൊ നോക്കുമ്പോ നമ്മള് താനിയ ലീവാണ്. ഐനം വന്നില്ല. ഐനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട്. ആദം വന്നു. ആദം ഇല്ല അല്ലേ? അബ്രാം, ഐനം, സഹ്റ, മറിയം. എന്താണ്? അപ്പൊ നമ്മൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊക്കെ മറന്നോ? ആയിഷ ഉണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്. ആയിഷ ഇട്ടു. ജുവൈരിയ ലീവാണ്. സഹ്റ ഉണ്ട്. താനിയ ഉണ്ട്. താനിയ ഇല്ല. ഐനം, അബ്രാം ഉണ്ട്. ആദമില്ല. ഓക്കെ, നമുക്കിനി നമ്മളെ സ്ക്രീനിലോട്ട് പോവാം. എവിടെയാണ് എൻ്റെ ഇത്?
77. So, ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ? You cannot hear anything what teacher says, right? teacher, Syrian patula. Teacher mute. Teacher mute. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സോറി ഞാൻ ഇന്ന് ഒരുപാട് ലേറ്റ് ആയില്ലേ? നിങ്ങൾ റെഡി ആയപ്പോ നമ്മൾ എന്താ പഠിച്ചേ? ഇതിനു മുമ്പ് എന്താ പഠിച്ചേ? ഓർമ്മയുണ്ടോ? ഒക്കെ മറന്നോ? അബ്രാം ഹോംവർക്ക് മാഷാഅല്ലാ, ഹോംവർക്ക് ഒക്കെ എല്ലാരും എഴുതി, നല്ല കുട്ടികളായിട്ടുണ്ട്, ഒക്കെ എഴുതിയിട്ടുണ്ട്, ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടാ. എന്നാലും നമുക്ക് കഴിഞ്ഞ വീക്കിൽ എന്താ പഠിച്ചെന്ന് നോക്കാം. ഓക്കെ, 7ാമത്തെ പേജില് ഫസ്റ്റില് നമ്മൾ എന്താ പഠിച്ചേ? നമ്മള് ബോട്ട് വരക്കാൻ പഠിച്ചില്ലേ? ബോട്ട് വരക്കാൻ എല്ലാരും പഠിഞ്ഞില്ലേ ബോട്ടൊക്കെ വരക്കാൻ? ഇങ്ങനല്ലേ ബോട്ട് വരച്ച എല്ലാരും? ഓക്കെ, ഇത് ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ, അതേപോലെ ഇങ്ങനെയല്ലല്ലോ, ഇതൊക്കെ തെറ്റാണ് കേട്ടാ. ഓക്കെ, എങ്ങനെയാണ്? ഇതാണ് ശരി, ഇങ്ങനെയാണ് വരക്കുക കേട്ടോ. പിന്നെ നെറ്റ് പോയാ? എന്റെ നെറ്റ് പോയിടാ. ഓക്കെ, ഇനി ഈ ലൈനിലാണ് കേട്ടോ. 2 ലൈന് കഴിഞ്ഞ് 3ാമത്തെ ലൈനാണ് നമ്മുടെ ബേസ് ലൈന്. പിന്നെ അത് കഴിഞ്ഞ് 1, 2, 3 ലൈന് കഴിഞ്ഞ് ഇവിടെ അത് ഇത്തിരി ബ്ലാക്ക്, അതിലാണ് അടുത്ത് എഴുതണ്ടേ കേട്ടോ. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ബേസ് ലൈൻ, ഇതിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ. തോണിയൊക്കെ വരക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, മറക്കൂലല്ലോ. ഓക്കെ, എന്താണ് നമ്മൾ ബോട്ട് വരക്കാനാണ് 7ാമത്തെ പേജിൽ കേട്ടോ. അതിങ്ങനെ ഫുള്ളായിട്ട് വരക്കണം കേട്ടോ. ഇനി ഹോംവർക്ക് കംപ്ലീറ്റ് ആവാത്തവരൊക്കെ ഇതുപോലെ ചെയ്യണേ. ഓക്കെ, ഇങ്ങനെ. പിന്നെ 8ാമത്തെ പേജിൽ എന്തായിരുന്നു? റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ്. അബ്രാം ഇങ്ങോട്ട് നോക്ക്. കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ് അല്ലേ? നമ്മൾ ഒരുപാട് ബോട്ടുകൾ വരച്ചു അല്ലേ? ഇനി ഇത് മാറ്റണ്ട കേട്ടോ. ഒരുപാട് ബോട്ടുകൾ ഇതാക്കിട്ടോ. അതെങ്ങനെയാണ്? ഇനി അതിൽ നാളെ ചെയ്യട്ടെ. ഇങ്ങനെയല്ലേ വരച്ചേ? ഒരുപാട് ഡോട്ടുകള് അല്ല, ഡോട്ടല്ല, ബോട്ട്. ഇപ്പൊ എഴുതിയത് കാണിച്ചല്ലേ? ഇപ്പൊ കാണൂല എനിക്ക്, ഞാൻ വേറെ സ്ക്രീനില്ല. അബ്രാം ഫോട്ടോ എടുത്ത് അയച്ചെന്നാ മതി കേട്ടോ. ഇങ്ങനെയല്ലേ അടുത്തത് പഠിച്ചത്? ഇത് മറന്നിട്ടില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇപ്പൊ ഞാൻ ഇതിൽ എടുത്തോളാം, അതവിടെ നിന്നോട്ടെ.
ഞാനേ എന്റെ ഇപ്പൊ കേൾക്കുന്നുണ്ടാ? കണക്ഷൻ എടുത്തിക്കണം. ഓക്കെ ഓക്കെ, സോറി ഞാൻ വേറൊരു ലാപ്ടോപ്പിലോട്ട് മാറിയതാട്ടോ. കണക്ഷനും പോയല്ലോ അവിടെ, ഇന്റർനെറ്റിന്റെ ഉണ്ടോ? ഓക്കെ. പിന്നീട് നമ്മൾ ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് കേൾക്കുന്നില്ലേ ഐഷ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് അല്ലേ? സൗണ്ട് ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ അടുത്തത് നമ്മൾ ക്ലോക്ക് വൈസ് പഠിച്ചു അല്ലേ? ഓക്കെ. ക്ലോക്കിൻ്റെത് പറഞ്ഞില്ലേ? അബ്രാം ശ്രദ്ധിക്കട്ടെ. അബ്രാം നാളത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാ ക്ലോക്ക് വൈസ് വരക്കാൻ പഠിച്ചേ? മൗസ് 9 പേജില് അപ്പോ 9 പേജില് ഇതങ്ങനെ ക്ലോക്ക് വൈസിലെ 12, 3, 6, 9 ആക്കിയിട്ട് ഇതുപോലെ റൗണ്ട് റൈറ്റിംഗ്, റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ് അല്ലേ? അതല്ലേ പഠിച്ചേ? ഓക്കെ. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമ്മൾ പഠിച്ചത്? കുറച്ച് ബുദ്ധിമുട്ടുണ്ടോന്നല്ലേ നിങ്ങൾക്ക്? അപ്പൊ അതൊന്നും കൂടി നോക്കിക്കോളി കേട്ടോ. അബ്രാം എന്താ ചെയ്യുന്നേ? അബ്രാം ഓക്കെ, എങ്ങനെയാ ക്ലോക്ക് വൈസ് പഠിച്ചത് ഒന്ന് നോക്കി കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരിത് അങ്ങനെ അല്ലേ? ഇങ്ങനെയാണല്ലേ? ഓക്കെ, അത് പഠിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഓവൽ ഷേപ്പ് അല്ലേ നമ്മൾ പഠിച്ചത്? റൈറ്റ് ലെഫ്റ്റ് ഓവൽ ഷേപ്പ് വരക്കുക. പലരും ഇത് ഇതുപോലൊക്കെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഇത്തിരി ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. അത് കളറും ഒക്കെ മാറി, ദിവസം മാറിയതുകൊണ്ടേ അത്. ഞാൻ ക്ലാസ് തുടങ്ങിയത് പുതിയ ലാപ്പിലായിരുന്നു, പക്ഷെ അതിന് ഞാൻ അങ്ങനെ എഴുതണ പെന്നില്ല, അതുമായിട്ട് അത് കണക്റ്റ് ആവുന്നില്ല. അതാണ് ഇത്തിരി നേരം സ്വിപ്പായത് കേട്ടോ.
അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് വന്നതാണ്. ഓക്കെ, ഇനി ശരിയായിക്കോളും. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. ഷേപ്പ് ഒക്കെ അങ്ങനെ കഴിഞ്ഞിട്ടോ. അതൊക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. പിന്നീട് നമ്മൾ എന്താ പഠിച്ചേ? നമ്മൾ അക്ഷരത്തിലോട്ട് പോയില്ലേ? അബ്രാം കേട്ടാ മതി, ഇപ്പൊ എഴുതണ്ട കേട്ടാ. ഐഷ ഐഷ ഇതിലോട്ട് നോക്കട്ടോ. എന്താ മോള് പറയുന്നേ? പിന്നീട് നമ്മൾ എന്താ പഠിച്ചേ? നമ്മളൊരു തോണി, ഒരു ബോട്ട് വരച്ചു. ഒരു സിംഗിൾ ബോട്ട് വരച്ചിട്ട്, കാണുന്നില്ലേ വരക്കണത്? നമ്മളൊരു ബോട്ട് വരച്ചു, എന്നിട്ട് അതിന്റെ അടിയിലൊരു പുള്ളി ഇട്ടു അല്ലേ? ഓക്കെ, അതിന്റെ മേലെ ഒരു ചെരിഞ്ഞ വര വരച്ചപ്പോ നമ്മൾ എന്താ വായിച്ചേ? ബ. ബ. ഓക്കെ, വെരി ഗുഡ്. ബ. ഓക്കെ, ബ. അപ്പൊ ബ എല്ലാവർക്കും പഠിഞ്ഞില്ലേ? ബ എങ്ങനെ വരച്ചേ? ഒരു സിംഗിൾ ബോട്ട് വരച്ചു, അതിന്റെ ബോട്ടമിൽ ഒരു ഡോട്ട് ഇട്ടു, കുത്തിട്ടു, എന്നിട്ട് അതിന് മേലെ ഒരു വര വരച്ചു. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ അത് ബ. ഓക്കെ, അപ്പൊ ഇനി ബാന്റെ അടയാളം എന്താണ്? അടിയിൽ ഡോട്ട് ഇട്ടാ എവിടെ കണ്ടാലും നമ്മൾ എന്താ വായിക്കുക? ബ. ഓക്കെ, വെരി ഗുഡ്. കളർ മാറ്റണം. അടിയിലൊരു ഡോട്ടാണ് ബ. ഇനി കുറെ ഡോട്ട് കളിക്കുമ്പോൾ മാറിക്കുന്നു. ഓക്കെ, ഓ അത് കുറച്ച് കൂടി പോയി. അത് മതി അല്ലേ? ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ഇല്ലേ? ഇപ്പൊ എന്താ പോണേ? ഡോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായിനോ? ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുത്ത്, ഒരു കുത്തിടൂലേ? ഓക്കെ, അടിയിലൊരു ഇതാണ് ഡോട്ട്. ഒരു കുത്തിടാന്ന് പറയില്ലേ? മനസ്സിലായില്ലേ? ആരാ ചോദിച്ചേ ഡോട്ട് എങ്ങനെയാന്ന്? ആരാ ചോദിച്ചേ? സഹറ ചോദിച്ചേ? ഓക്കെ, ഇപ്പൊ മനസ്സിലായോ ഡോട്ട്? എന്താണ്? വായിക്കും, അതിനുമല്ല ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ഡോട്ട് എന്ന് പറയുമ്പോ അതാ അങ്ങനെ ഒരു കുത്തിട കേട്ടാ. ഓക്കെ, ഒരു തോണിന്റെ അടിയിൽ കുത്തിട്ടിട്ട് മേലെ വര വരച്ചാൽ ബ വായിക്കൂട്ടോ. ബ. ഓക്കെ, ബ. ഓക്കെ, ഇത് എവിടെ കണ്ടാലും നിങ്ങൾ ബ വായിക്കൂലേ? ബ. ഓക്കെ, ബ. നമുക്ക് ആദ്യത്തെ അരമണിക്കൂർ അങ്ങനെ പോയില്ലേ? ഓക്കെ, അത് ഇനി മറക്കൂലല്ലോ. പിന്നെ നമ്മള് ബ മാത്രല്ലേ പഠിച്ചുള്ളൂ? ബി പഠിച്ചോ കഴിഞ്ഞ ആഴ്ച? ഇനി അതേപോലെ ഒരു തോണി വരക്കുക, ഇതേപോലെ അതിന്റെ അടിയിൽ ഒരു കുത്തിട്ടു, അതിന്റെ അടിയിലാണ് ഈ വര ഇടണമെന്നുണ്ടെങ്കിലോ ഈ എന്നുള്ള സൗണ്ടാണ് വരിക. ഇകാരത്തിന്റെ സൗണ്ട് പറയാ. അതിനെന്താ പറയാ? അപ്പോ ബി. ഇതെന്താണ്? ബി. ബി. ഓക്കെ, അപ്പൊ ഇത് ബി പറയുമ്പോ നമ്മള് ബിസ്മില്ല എന്നൊക്കെ പറയില്ലേ? ആ ബി ആണിത് കേട്ടോ. ബി പഠിക്കുന്നത് എന്തിനാ? നമ്മൾ ബിസ്മില്ലാന്ന് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബിസ്മില്ല കേട്ടിട്ടില്ലേ? അതിന്റെ ആദ്യത്തെ അക്ഷരാണ് ബി. അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ബി. ഇനി മറക്കൂലല്ലോ. ബി എങ്ങനെ എഴുതാ? ഒരു സിംഗിൾ ബോട്ട് വരച്ചു, അതിന്റെ അടിയില് ഒരു ഡോട്ട് ഇട്ടു, അതിന്റെ അടിയില് ഒരു ഇകാരത്തിന്റെ ഒരു ചെരിഞ്ഞ വര ഇട്ടു. അപ്പൊ എന്താ വായിക്കുക? ബി. ഓക്കെ, അപ്പൊ ബി പഠിഞ്ഞോ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ക്യാമറ ഓൺ അല്ല, ഇത് ഓൺ ചെയ്തിട്ടില്ലേ?
ഓക്കെ, അപ്പൊ ബി കേട്ടോ. ഇനി ഇതോ, എനിക്ക് തോന്നുന്നു നിങ്ങള് ഇതുവരെ പഠിച്ചു തോന്നുന്നു അല്ലേ കഴിഞ്ഞ വീക്ക്. ഇതിൻ്റെ ഉള്ളതുണ്ട് ഒരു വളഞ്ഞ സിമ്പൽ ഇട്ടു, വളഞ്ഞ അടയാളം ഇട്ടു. ഇതെന്താ പറയാ? ബൂ. ഓക്കെ, ഉകാരത്തിന്റെ സിമ്പിൾ എന്ന് പറയും. അപ്പൊ ഊ എന്നുള്ള ഉച്ചാരണം വരാൻ വേണ്ടിയിട്ടാണ് ഒരു കൊടക്കമ്പി പോലെ വളഞ്ഞ ഒരു ഇതിട്ട് നമ്മൾ അല്ലേ. അപ്പൊ അടിയിൽ ഡോട്ട് ഇട്ട ബ അല്ല, അപ്പൊ ആദ്യം ബ വരച്ചു, അതിന്റെ മേലൊരു വളഞ്ഞ സിമ്പിൾ ഇട്ടപ്പോ ബു, മേലെ വര ഇട്ടപ്പോ ബ വായിച്ചു, അടിയിൽ വര ഇട്ടപ്പോ ബി വായിച്ചു, മുകളില് ഇങ്ങനെ ഒരു വളഞ്ഞത് കൊടുത്തപ്പോ കർവ്ഡ് സിമ്പിൾ കൊടുത്തപ്പോ എന്ത് വായിച്ചു? ബു വായിച്ചു അല്ലേ. അബ്രാമിന് മനസ്സിലായോ? അബ്രാം മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മാഷാ അല്ലാ. നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നാ ഞാൻ വായിക്കാൻ പറഞ്ഞ വായിക്കോ? വായിക്കാൻ പറഞ്ഞ വായിക്കോ? എന്നാ ഇതാ ഇപ്പൊ ഈ കാണുന്നത് എന്താന്ന് വായിച്ചേ? അബ്രാം വായിച്ചേ. അബ്രാം മൈക്ക് ഓണാക്ക്. ബാ, വെരി ഗുഡ്. ഇതോ? ഓക്കെ, വെരി ഗുഡ്. ഇതോ? ഓക്കെ, അപ്പൊ ഇതോ? അടിയിൽ വരയിട്ടാല് ബി. എന്താണ്? ബി. താഴെ വരയിട്ടാല് ബി. ഓക്കെ, ഇതെന്താണ്? ബി. 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 ഇതെന്താ ഇതെന്താ അബ്രാം പറഞ്ഞേ? അതിന്റെ ബോട്ടമിൽ ഒരു ഡോട്ടും അതിന്റെ ടോപ്പില് ഒരു കർവ്ഡ് സിമ്പിൾ, ഒരു വളഞ്ഞ സിമ്പിളും. അത് കൊടുത്ത എന്താ വായിക്കുക? ബു. ബൂ. ഓക്കെ, ബൂ ഒരുപാട് നീട്ടണ്ട. ബു. അപ്പൊ ബ ബി ബു. ഓക്കെ, ബ ബി ബു. ഇനി ആയിഷ വായിച്ചേ. ഇതെന്താ? വെരി ഗുഡ്. ഇതോ? വെരി ഗുഡ്. ഇതോ? അതും അതോ? ഓക്കെ, വെരി ഗുഡ്. ഇതോ? ബി. ഇത് അപ്പൊ ഇതോ? വെരി ഗുഡ്, മാഷാ അല്ലാ, ബറക്കല്ലാ. ഇതോ? ഓക്കെ, വെരി ഗുഡ്. അബ്രാം ഇത് ശ്രദ്ധിക്കട്ടെ, എല്ലാരും ഇത് ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് പഠിയുള്ളൂ. ഇത് ഓ മാഷാ അല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. ഇനി അയിന വായിച്ചേ. ഇതെന്താ? ഇതെന്താ വായിക്ക? മാഷാ അല്ലാ, മാഷാ അല്ലാ, വെരി ഗുഡ്. ഇതോ? ബി. ബി അതിന്റെ അടിയിലല്ലേ വര ഇരിക്കണ, ഇതിന്റെ മുകളിൽ വര കേട്ടോ. ഇതുണ്ടോ? അതാ അടിയില് ഒരു കുത്തിട്ട്, അപ്പോ ബാൻഡേജ് ബ ആണെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ വര ഇട്ടത് എവിടെയാ? മേലെയാണ്. അപ്പൊ ബ വായിക്കൂട്ടോ. അപ്പൊ അടിയിൽ വര ഇട്ടാല് ബി. അപ്പൊ ഇത് വെരി ഗുഡ്. ഇത് ബി. ഇതോ? ഓ മാഷാ അല്ലാ, അതിന്റെ ബോട്ടമില് ഒരു ഡോട്ടും അതിന്റെ ടോപ്പില് ഇത് കണ്ട ഒരു വളഞ്ഞിട്ടൊരു സംഭവം. ഓക്കെ, വരല്ല, ഇത്തിരി വളവുണ്ട്, കർവ്ഡ് സിമ്പിൾ എന്ന് പറയും. അതാണ് ബു. ഓക്കെ, അപ്പൊ ഇത് ബ, ഇത് ബി, ഇത് ബു. ഇനി സഹറ വായിച്ചേ. ഇതെന്താ? വായിച്ചോടുത്തു. ഓക്കെ, വെരി ഗുഡ്. ഇതോ? വെരി ഗുഡ്. ഇതോ? വെരി ഗുഡ്. അപ്പൊ ഇതോ? ഇതിന്റെ അടിയിലാണ് വര. അപ്പൊ അതെന്താവും? വെരി ഗുഡ്, മാഷാ അല്ലാ, ബറക്കല്ലാ. ഇതോ?
B. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഇതോ മേലെ വരട്ടാലോ? Ba. മേലെ വരട്ടാൽ ബ, താഴെ വരട്ടാൽ ബി. Ba. അപ്പൊ മേലെ ഈ സിമ്പിൾ ഇട്ടാലോ? ഇതെന്താ? ബു. ബു. Bu. ബു പറ. ഓക്കെ ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഓക്കെ, അപ്പൊ അത് പഠിഞ്ഞില്ലേ? കാണുന്നില്ലേ നിങ്ങക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഞാനിത് ഓരോരുത്തർ എഴുതി തരാം. ഇത് ഒരുമിച്ച് എഴുതി തരാം കേട്ടോ. ബ ബി ബു എന്നുള്ളത്. സിഗ്നൽ പോയോ? ഇല്ല. അപ്പോ ഞാൻ ഇവിടെ നിന്ന് എഴുതത് നോക്കട്ടാ. ഇതെന്താ വായിച്ചേ? Ba. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഇതെന്താ? ബു. മനസ്സിലായില്ലേ? അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് ഖുറാനിലെ എവിടെ? ഓക്കെ വെരി ഗുഡ്. ഇത് ഖുറാനിലെ എവിടെ കണ്ടാലും മറക്കൂലല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു അക്ഷരം കൂടി പഠിക്കാം. ഇതൊക്കെ എളുപ്പമല്ലായിരുന്നു? നിങ്ങൾ തോണി വരച്ച് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിലൊരു ഇത് എളുപ്പമാണ്. അപ്പൊ ഇനി ഒരു തോണിയും കൂടി വരച്ചിട്ട് നമുക്ക് അടുത്തൊരു അക്ഷരം കൂടി പഠിക്കാം. ആ തോണി വരച്ചപ്പോഴന്നെ പറഞ്ഞില്ലേ, തോണിയിട്ട് ഒരുപാട് അക്ഷരങ്ങൾ പഠിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് ഒന്ന് പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? ഒരു ബോട്ട് വരച്ചു, മുകളിൽ 2 ഡോട്ട് ഇട്ടു, അതായത് 2 കുത്തിട്ടു. അതിന്റെ മുകളിലൊരു ത. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടോ? നിങ്ങൾ വേഗം പറയുന്നുണ്ടല്ലോ. അബ്രാം സിംഗിൾ ബോട്ട് വരച്ചു. അതിന്റെ ബോട്ടമില് 2 ഡോട്ട്സ്. L, which letter is that? മനസ്സിലാവണ്ട? ഓക്കെ, അപ്പൊ ഇതിൽ ശ്രദ്ധിക്ക്. അപ്പൊ എന്താ വായിക്കുക? ത. ഓക്കെ. അപ്പൊ നമ്മള് ബാ പഠിച്ചു, താ പഠിച്ചു. അത് രണ്ടും തമ്മിൽ മാറോ? ബാക്ക് ഇത് എത്ര കുത്തുണ്ട്? 1 കുത്ത്. അതിന്റെ ബോട്ടമിൽ 1 കുത്ത്, അതിന്റെ താഴെ 1 കുത്ത്. അബ്രാം ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ത. ഓക്കെ, ഇതെന്താണ്? ത. ഇനി ഞാൻ എഴുതുന്നത് എന്താ? വായിച്ചേ. ഇതോ? ഇതെന്താ? വാ. ഓക്കെ, എങ്ങനെ മനസ്സിലായി ഐഷക്ക്? എങ്ങനെ മനസ്സിലായി ബാ ആണെന്ന്? അതിന്റെ ഡോട്ട്, അതിന്റെ കുത്ത് എവിടെയാ? അതിന്റെ താഴെ അല്ലേ? താഴെ ഡോട്ട് വന്നാ എപ്പോഴും ബാ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തീ പഠിക്കാൻ എളുപ്പമില്ലല്ലോ? അല്ല, എളുപ്പല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? എങ്ങനെയാ? 2 ഡോട്ട്. അപ്പൊ അതിന്റെ വര എവിടെ വെക്കണം? അതിന്റെ താഴെ. അതിന്റെ തോണിയുടെ താഴെ വര വരച്ചാൽ നമ്മള് തീ പഠിച്ചു അല്ലേ? എളുപ്പല്ലേ? അബ്രാം, തീ പറയാൻ എവിടെയാ വരക്കണ്ടേ? താഴെ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് എളുപ്പത്തിൽ 2 അക്ഷരം പഠിച്ചു അല്ലേ? തീ. ഇനി തൂ എഴുതിയാലോ? തൂ എഴുതാ എങ്ങനെയാ? ഡോട്ട് എവിടെ ഇടുക? കുത്ത് എവിടെ ഇടുക? താഴെ. അതിന്റെ ടോപ്പില്. ഓൺ ദ ടോപ്പ്. അവിടെ ഇങ്ങനെ എന്താ ഇടാ? ഇങ്ങനെ ഇടാൻ പറ്റുമോ?
തൂ പറയുമ്പോ In. ഇങ്ങനെ Da. ഇങ്ങനെ. അപ്പൊ എന്താ വായിക്ക? തൂ. Tu. ഓക്കെ. തൂ. എന്നിട്ടല്ല അപ്പൊ തൂ. ഓക്കെ. അപ്പൊ ഇനി ഞാൻ താ തീ തൂ. എന്താണ്? താ. ആ തീ. അബ്രാം ഇവിടെ അങ്ങോട്ട് നോക്കിയിരിക്കണേ. ഉമ്മാനെ അബ്രാമിന് ഇവിടെ എത്ര ഫ്രണ്ട്സ് ഉണ്ട്, ഇവരെ നോക്ക്. ഉമ്മാനെ എപ്പോഴും കാണാലോ. ഓക്കെ. ഫ്രണ്ട്സ് ആരൊക്കെ നോക്കുന്നത്? ആയിഷ ഉണ്ട്, ഐനമുണ്ട്, സഹ്റ ഉണ്ട്, സഹ്റ മറിയം. ഇന്നിപ്പോ ആരൊക്കെ ലീവാണ്. ഒരു പുതിയ ആള് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. ആളെവിടെ പോയാവും. അപ്പൊ ഇതെന്താ? അതൊന്ന് എഴുതി നോക്കിയേ. ബ ബി ബു ത തി തു. ഇത് ഏത് പേജിലാ എഴുതേണ്ടതെന്ന് അറിയോ? അത് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ സ്ഥലമുണ്ട്. അതിൽ നിങ്ങൾ എഴുതിയിരുന്നോ മിനിഞ്ഞാന്ന്? അല്ല, കഴിഞ്ഞ വീക്ക് 12ാമത്തെ പേജിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഏത് പേജില്? എടാ 12ാമത്തെ പേജില് ഫസ്റ്റ് ലാസ്റ്റ് 12ാമത്തെ പേജിൽ ലാസ്റ്റ് ഇവിടെ ബ ബി ബു. അവിടെ ഒരു 4 വരി മതി. 12 പേജിലോ? 1 2 എഴുതിയിട്ടുണ്ടാവും. 1 2 എഴുതിയിട്ടുണ്ടാവും. 12ാമത്തെ പേജില് ഉണ്ട് ബ ബി ബു. അതിന്റെ ചോടെ 3ാമത്തെ ലൈനില് ബേസ് ലൈൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. അത് ഇത്തിരി ബ്ലാക്ക് ആയിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? എഴുതിയാ? ആ, അവിടെ തന്നെ എഴുതിയാ? അതൊക്കെ മുമ്പേ എഴുതി വെച്ച ആള്. മേലെ ആദ്യം ഒരു രണ്ട് ലൈനോ അല്ലെങ്കിൽ 3 ലൈനോ എഴുതിയാൽ മതി കേട്ടാ. പറഞ്ഞെഴുത്. ബ ബി ബു പറഞ്ഞെഴുത്. ബ ബി ബു പറഞ്ഞെഴുത്. ബ ബി ബു. അത് മാത്രം അവിടെ എഴുതിയാൽ മതി കേട്ടോ. താ എഴുതേണ്ടത് 13ാമത്തെ പേജിലാണ്. തോണി പോലെ ആവണം കേട്ടാ. സ്ക്വയർ ആവരുത്. സ്കൂളിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം കേട്ടാ. ഇത് തെറ്റാണ് കേട്ടാ. ബ ബി ബു. ബ എങ്ങനെ എഴുതാൻ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ എവിടെ കണ്ടാലും ബ മനസ്സിലാവണേ. ബ എങ്ങനെയാണ്? സിംഗിൾ ബോട്ട്, സിംഗിൾ ഡോട്ട്. അടുത്ത കാര്യം Single dot on the bottom. ഈ മരം ഇതിന് അടുത്ത് പോയി ഈ മരം കിട്ടിയിരുന്നു. ഒരു 2 3 കഴിഞ്ഞ. ത അത് 13ാമത്തെ പേജില് ത തി തു. താന്ന് പറയുമ്പോ എപ്പോഴും അതിന്റെ മുകളിൽ 2 കുത്താവും ഉണ്ടാവും. അത് ഓർക്കണം കേട്ടോ. ത തി തു. കഴിഞ്ഞോ? ഒരു 2 3 ലൈൻ എഴുതിയാൽ മതി കേട്ടോ. ഒരുപാട് എഴുതിയല്ലേ. നമ്മളൊന്ന് കുറെ ലേറ്റ് ആയി. ഞാൻ എത്രയോ മുമ്പ് റെഡി ആയി നിങ്ങൾ കാത്തു നിന്നതാ. പിന്നെ ഞാനിട്ട് പോയി. ഓക്കെ. ബ ബി ബു 2 പ്രാവശ്യമോ 3 പ്രാവശ്യം എഴുതും. പിന്നെ ത തി തു.
പൂവരി ടു എഴുതി. അപ്പൊ കഴിഞ്ഞു. ആരുടെ കഴിഞ്ഞു? ഇനി താത്തയുടെ കഴിഞ്ഞ ആ ഉണ്ട് 4 പേരുള്ളൂ. നിങ്ങൾ 7 പേര്. ഇന്ന് 8 പേര് വേണ്ടിയതാ. അതിന്റെ പത്ത് ആദം എവിടെ പോയി? ആദമിനെ കാണാനില്ലല്ലോ. ഓക്കെ, ഇനി മതിയില്ലേ? നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നാ മതി കേട്ടാ. ആ നമുക്ക് അടുത്തത് പഠിക്കാം. അടുത്ത അക്ഷരം പഠിച്ചാലോ? ഇപ്പൊ നമ്മൾ അറബിയില് 2 അക്ഷരം പഠിച്ചു അല്ലേ? ബ ത. കഴിഞ്ഞോ? അബ്രാം മാഷാ അല്ലാ, നല്ല അടിപൊളി ആയിക്കണല്ലോ. മാഷാ അല്ലാ, മബ്രൂക്ക്. അതിനും കഴിഞ്ഞോ? സഹ്റേ? ഓക്കെ, ഒരുപാട് എഴുതണ്ട കേട്ടോ. 2 or 3 ലൈൻ എഴുതിയാൽ മതി. അത് മതി മതി മതി. മാഷാ അല്ലാ, മബ്രൂക്ക്. മതി. ഓക്കെ. അബ്രാം അടിപൊളി റബ്ബറൊക്കെ ഉണ്ടല്ലോ. ഇറേസർ നോക്കട്ടെ, വലിയ ഇറേസർ ആണല്ലോ. ഓഹോ, ഞാനിത് എന്താന്ന് വിചാരിച്ചു. ഓക്കെ, അത് ഇതുവരെ കാണാത്തൊരു സംഭവമാണല്ലോ. ഈ അതിലാണ് എഴുതണേ, അതുകൊണ്ടാണ്. ഓക്കെ 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 ഓക്കെ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മബ്രൂക്ക്. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ, ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത്. അപ്പൊ എല്ലാരും എഴുതി കഴിഞ്ഞു. അത്ര മതി കേട്ടോ. ഇനി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. പിന്നെ ഞങ്ങൾ റെക്കോർഡിംഗ് വീഡിയോ കാണുമ്പോൾ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. അടുത്ത അക്ഷരം കൂടി പഠിക്കാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കി എല്ലാരും അടുത്ത് വെച്ചിട്ട്. ആരാ എഴുതി? അയിനം. അതിനി ഫോട്ടോ അയച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് കാണൂല, ഞാൻ ഇപ്പുറത്തെ സ്ക്രീനിലാണ് ഉള്ളത്. നിങ്ങൾ ചെറുതായിട്ട് കാണുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരു പണിയില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മള് ഒരു തോണി കൂടി വരച്ചു. എന്നിട്ട് നമ്മള് ഓക്കെ, എന്നിട്ട് നമ്മള് 3 കുത്തിട്ടു. 2 ഒരുമിച്ച്, 1 കുറച്ച് ഇപ്പുറത്ത്. ഓക്കെ, എന്നിട്ട് നമ്മൾ മുകളിൽ വര കൊടുത്തപ്പോ എന്താ വായിക്കുക? സ. സ. ഓക്കെ, കേൾക്കുന്നില്ല? ഐഷ കേൾക്കുന്നില്ലേ? സ. ഓക്കെ, സ എങ്ങനെ പറയാന്നറിയോ? നമ്മുടെ നാവിന്റെ തുമ്പിൽ അവിടെ അത് മുൻഭാഗത്തെ പല്ലിന്റെ ഇടയിലൂടെ പുറത്തു വരും കേട്ടോ. സ. സ. സ എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള വേറെ അക്ഷരാണ്. ഇത് ആ നാവിന്റെ തലപ്പിൽ നമ്മൾ മേലത്തെ പല്ല് തട്ടു കേട്ടോ. സ. ആയിഷ, ഇങ്ങോട്ട് വിരുന്നുകാര് വന്നോ? സ എന്താണ്? അയിനം, ടീച്ചറിന്റെ മുഖത്ത് സ. സ എന്ന് പറയുമ്പോ കണ്ടോ, പുറത്തോട്ട് പോകും. എയർ പുറത്തോട്ട് പോകുന്നുണ്ട്, കാറ്റ് പുറത്തോട്ട് പോകും കേട്ടോ. മുൻഭാഗത്തെ ഈ പല്ലില്ലേ, ഈ പല്ലിന്റെ തെല്ലില് നാവ് അങ്ങനെ ഇത്തിരി പുറത്തോട്ട് വന്ന രീതിയിൽ കേട്ടോ. സ. അത് മറക്കരുത്. സ പറയുമ്പോ എപ്പോഴും ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ. അപ്പൊ ഇതെന്താണ്? സ. സാന്റെ അടയാളം എന്താണ്? അതിന്റെ മുകളില് 3 ഡോട്ട്. ഇങ്ങനെയാണ് ഡോട്ട് ഇടേണ്ടത് കേട്ടോ. അപ്പൊ എന്താണ്? സ. സഹ്റ, മടമൂത്തൊക്കെ നോക്കണത് സ്ക്രീനിലേക്ക്. സ്ക്രീൻ കാണുന്നില്ല നിങ്ങൾക്ക്? സ്ക്രീൻ നോക്കാതെ എത്ര ഡോട്ട്? ഓക്കെ, ഇനി നമുക്ക് സി പഠിക്കാം. അടിയിൽ വരട്ടെ, എന്താ വായിക്ക? സി ട്ടോ. ഇതെന്താണ്? സി. ഇപ്പൊ വേഗം പഠിക്കുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? സി. സി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കൂടെ വേറെന്താ ഒന്നും കൂടി പഠിക്കാനുള്ളേ?
ഒന്ന് വായിക്കല്ലത് നമ്മൾ ഇതെന്താ വായിക്കാ? നാവോ? നാവ് കണ്ടോ? നാവിന്റെ തുമ്പ് നമ്മുടെ മുൻഭാഗത്തെ പല്ലില്ലേ, ഈ പല്ലില്ലേ, ഈ പല്ലിന്റെ ഈ രണ്ട് പല്ലിന്റെ വിടവിലൂടെ കുറച്ച് പുറത്തോട്ട് വരും. സ സ അല്ലേ? നമ്മളെ മേൽഭാഗത്തെ പല്ല് നാവിന്റെ ഇതിമ തട്ടും. ഇതാ ഇങ്ങനെ തട്ടും. സ ഇവിടെയാണ് അതിന്റെ മഹ്റജ്. സ. ഓക്കെ. സ. ആ സ. നമ്മൾ ചെറിയൊരു പേപ്പറും കഷ്ണം ഇവിടെ വെക്കുകയാണെങ്കിൽ സ എന്ന് പറയുമ്പോ അത് പറന്നു പോകും. അപ്പൊ അതിന്റെ എയർ പുറത്തോട്ട് പോകും, കാറ്റ് പുറത്തോട്ട് പോകും. സ എന്ന് പറയുമ്പോ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കും, പിന്നീട് പഠിക്കും കേട്ടോ. അപ്പൊ ഓക്കെ. മാഷാല്ലാ, അബ്രാം അടിപൊളി ഇറേസറും പ്ലേറ്റും ഒക്കെ ആയിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ അബ്രാം എന്ത് പഠിച്ചേ? വേഗം പഠിച്ചെന്നാ എനിക്ക് എഴുതാം. അപ്പൊ ഇതെന്താ പറഞ്ഞേ? ഇതെന്താ എഴുതിയിട്ടുള്ളേ? ഇതെന്താണ്? ഇങ്ങനെ ഒരു വളഞ്ഞ സിമ്പൽ ഇട്ടാൽ എന്താ വായിക്കുക? ഇത് ഊന്നുള്ള ഉകാരം. ഉകാരം സിമ്പൽ. ഇതിനെന്താ പറയാ? ഉകാരം. ഇതിന് മേലിട്ടാൽ എന്താ പറയാ? അകാരം. അടിയില് ഇകാരം. അപ്പൊ അകാരം, ഇകാരം. പിന്നെ ഫത്ഹ എന്നൊക്കെ പഠിക്കുന്നില്ലേ? അത് നമ്മൾ പിന്നീട് പഠിക്കട്ടോ. ഇപ്പൊ നമ്മൾ മേലെ വരട്ട സ പറയും, അതിന്റെ താഴെ ഇട്ടാല് സി പറയും, അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കൊടക്കമ്പി പോലെ വളഞ്ഞിട്ടാല് സു. എന്താണ് അബ്രാം? സു. ഇപ്പൊ എഴുതാൻ പറഞ്ഞിട്ടില്ലല്ലോ. എഴുതിയാൽ എന്താണ്? പിന്നെ പറയാൻ പറയുമ്പോ മറക്കും. അപ്പൊ അത് ഒരുമിച്ച് എങ്ങനെ എഴുതേണ്ടത്? അത് ഞാൻ ഇവിടെ 4ാമത് എഴുതി തരാം. ഇപ്പൊ എന്താണ് ഒന്ന് പറഞ്ഞേ? സ സി സു. സ സി സു. അത് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? നാവിൻ തുമ്പെന്ന് എടുത്ത് പറയുമ്പോ. അതെ, മലയാളത്തിൽ അതിന് പകരം വേറെ അക്ഷരമൊന്നുമില്ല, അറബിയിൽ മാത്രമാണുള്ളത്. അപ്പൊ സ അത് നമുക്കൊക്കെ തെറ്റിപ്പോകുന്നു. നമ്മളിനി ഖുർആൻ ഓതുമ്പോഴേ അതൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ നമ്മൾ പഠിക്കുമ്പോ മവാസീനുഹു എന്ന് പറയും. മവാസീൻ എന്താണ്? തുലാസ്. തൂക്കൂലേ നമ്മൾ കടയിൽ സാധനമൊക്കെ വാങ്ങുമ്പോ തൂക്കി നോക്കണില്ലേ? അതിനാണ് മവാസീൻ. അപ്പൊ അതെന്താ എഴുതിയേ? സ സി സു. ഓക്കെ. പഠിഞ്ഞോ? അപ്പൊ നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മളിന്ന് അതൊന്ന് വായിച്ചേ എല്ലാരും. ഇന്റർനെറ്റും പോയാ. ഞാനൊന്ന് എല്ലാരും ഒരുമിച്ച് വായിച്ചേ. ഇതെന്താ? ഇതെന്താ വായിച്ചേ? വായിച്ചോ എല്ലാരും. ഇത് സിയാ? ഇതാ അത് ആദ്യം പറയുമ്പോ കുറച്ച് ഈണത്തിൽ പോയത് സാരല്ല. ഇതോ? ഇതോ? ചിരി വരുന്നുണ്ടാ? ഇതെന്താണ്? സു. ഇതും സു. ഊ എന്നുള്ള സിമ്പല് വരും. ഊ എന്നുള്ളത് ഉകാരം വരുമ്പോ ഊ എന്നുള്ള ഉച്ചാരണം വരും. അപ്പൊ സു പറയും. ബാക്ക് വരുമ്പോ ബൂ പറയും. താക്ക് വരുമ്പോ തൂ പറയും. സാക്ക് വരുമ്പോ സു പറയും അല്ലേ? ഇതെന്താ വായിക്കാ? ഇതെന്താ? മാഷാല്ലാ. ഇതെന്താ? വെരി ഗുഡ്. ഇതോ? അബ്രാം സ്ക്രീനിൽ നോക്കുന്നുണ്ടോ? ഇതെന്താ പറഞ്ഞില്ല?
ഐനോ പറ. ആർക്കും അറിയില്ല ഇതെന്താന്ന്. പറയാം. ലാ നഹി. സു 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 ഊ. ഉകാരത്തിന്റെ സിമ്പിൾ അല്ല. അപ്പൊ ഊ അല്ല. ഊ. ഊ. ഓക്കെ ഓക്കെ, അത് മറക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ചതാ. എന്താണ് ഇപ്പൊ എന്തൊക്കെ പഠിച്ചേ? ബാ പഠിച്ചു, താ പഠിച്ചു, താ പഠിച്ചു. ഓക്കെ, അതേപോലെ ബി പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? ആ ഈ എന്നുള്ള ഉച്ചാരണം വരുന്നത് തീ. പിന്നെ അതെന്താ? 3 ഡോട്ട് ഒന്നാ. എന്താ? സാ അല്ല. നോക്ക്, ഡോട്ട് നോക്കി. അടിയില് വന്നാല് എന്താ വായിക്ക? ഇകാരം വന്നാൽ സൗണ്ട് വെച്ച് വികാരം വായിക്കാൻ വന്നാൽ എന്താ വായിക്ക? സി. ഓക്കെ, അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇങ്ങനെ ഒരു അക്ഷരത്തിന്റെ മേലെ വരച്ചാൽ എപ്പോഴും നമ്മൾ ആ എന്നുള്ള ഉച്ചാരണം, അകാരം ആണ്. അപ്പൊ ബ എന്നുള്ള ഉച്ചാരണമായിരിക്കും. ഇനി അതിന്റെ താഴെ വരച്ചാല് ഇകാരത്തിന്റെ സിമ്പലാണ്. അപ്പോ ബി വായിക്കും. അതിന്റെ മേലെ മേലെ ഇങ്ങനെ വളഞ്ഞിട്ടാല് ബു വായിക്കും. ഓക്കെ, ഓഫ് ചെയ്യും. ഓക്കെ, ഇതും വായിച്ചേ. സഹ്റ വായിച്ചോ. സഹ്റ ഏതാണ് വായിച്ചേ? കാണുന്നുണ്ടോ? ഉറക്കം വായിക്കും. ഓക്കെ, വെരി ഗുഡ്. ആ ഇതോ, അതിന്റെ കുത്ത് എത്ര ഉണ്ട് നോക്ക്. 2 ഡോട്ടാണ്. വെരി ഗുഡ്. ഇതോ, മാഷാ അല്ലാഹ്, മബ്രൂക്ക്. ഇതോ, താഴെ കുത്തുവരെ. ഇകാരത്തിന്റെ ഇട്ട ഇകാരം. അടിയിലിടുമ്പോ ഇകാരം. അപ്പൊ ഈ എന്നുള്ള ഉച്ചാരണം വരും. അപ്പൊ ബി വായിക്കണം കേട്ടോ. ഓക്കെ, ഇത് അബ്രാം. ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കുക. തീ. സി. തീ ട്ടോ. ഓക്കെ, ഇതോ വളഞ്ഞ ഉകാരം. ഊ എന്നുള്ള ഉച്ചാരണമാണ്. ഇങ്ങനെ ഇതിട്ടാല് വരിക. അപ്പൊ ബു. ഓക്കെ, വെരി ഗുഡ്. ഇത് തു. തു. താ പറയാ എവിടെയാണ്? അപ്പൊ അവിടെ ഈ നാവിന്റെ തലപ്പ് നമ്മുടെ ഈ മുന്നത്തെ പല്ലിന്റെ മോരടില്ല, അത് മുളക്കണ സ്ഥലത്ത് ഉള്ളിൽ ഇതവിടെ അവിടെയാണ് ത. ത ത മനസ്സിലായോ? ഈ മുന്നത്തെ പല്ല് മുളക്കണ ഈ ഭാഗം, മുളച്ചു വരുന്ന സ്ഥലല്ലേ, അവിടെയാണ് ത. ത ത അല്ലേ? നമ്മുടെ മുമ്പത്തെ പല്ല് മുളച്ചു വരുന്ന സ്ഥലത്ത് ത. ത ത. ഓക്കെ ഓക്കെ. ഇവിടെ മുന്നില് നാവ് നാവ് ഇത്തിരി പുറത്തോട്ട് വരുന്ന രീതിയിൽ സ. അപ്പൊ ഇത് സി ആണ് ട്ടോ. ഇത് ബു, ഇത് തു, ഇത് സു. ഇനി അതിനും വായിച്ചേ. ഈ ഇടയില് പറയുമ്പോ ഇതെന്താ? അതിനും കേൾക്കുന്നില്ല. അതിനമിന്റെ മൈക്ക് ഓഫാ അല്ലല്ലോ. അല്ലേ? എന്നൊക്കെ ഉറക്കെ പറയാ. വെരി ഗുഡ്. ശരി, ആക്ഷൻ കേട്ടല്ലേ നേരത്തെ. എന്തോ? ഓക്കെ, വെരി ഗുഡ്. എന്തോ?
ഓക്കെ മാഷാഅല്ലാ മബ്രൂക്ക്. ഇതോ B. ബി. വെരി ഗുഡ്. ടി ടി T. ടി. ആ ടി. ഇത് സി. സ സി. ഓക്കെ. ഇത് ബു ബു ബു. ബു ആണെന്ന് എങ്ങനെ മനസ്സിലായി? അതിന്റെ അടിയിൽ ഒരു ഡോട്ട് ഇട്ടാൽ എപ്പോഴും, താഴെ ഒരു ഡോട്ട് ഇട്ടാൽ എപ്പോഴും നമ്മൾ ബ ആയിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ ഈ വളഞ്ഞ് ചിഹ്നിട്ടാല് ഊ എന്നുള്ള ഉച്ചാരണം. അപ്പൊ ബു. ഓക്കെ. ഇത് തു. 2. ആ ഇതോ സു സു. ഓക്കെ. സു പറഞ്ഞേ. ഓക്കെ. ഇനി ആയിഷ വായിച്ചേ. 1. ഓക്കെ. വെരി ഗുഡ്. Ta. ഓക്കെ. Ta. ആ മാഷാ. ഇതോ B. ഓക്കെ. വെരി ഗുഡ്. T. ഓക്കെ. C. ഓക്കെ. വെരി ഗുഡ്. ഇതോ B. ബു. വെരി ഗുഡ്. 2. തു തു. ഓക്കെ. ആ 2. ആ തു സു. മാഷാഅല്ലാ മബ്രൂക്ക് മബ്രൂക്ക്. ഇനി അബ്രാം വായിച്ചേ. ഓർക്കം വന്നോ? വായിച്ചേ. ഇതെന്താ? എന്താണ്? Ba. ബ. വെരി ഗുഡ്. ആ അടുത്തത്. ആ അപ്പൊ ബ പഠിഞ്ഞല്ലോ. ഒറ്റക്ക് പറയും, ഉമ്മച്ചിന്റെ മുഖത്തേക്ക് നോക്കല്ലേ. What is this? Abram. ഇത് പറ. ഇത് പറ. No, this is two Ta. dots. Ta. സ്ക്രീനിൽ നോക്കിയിട്ട് പറയാ. എഴുതണ്ടപ്പോ. ഇതെന്താണ്? സ. Proceed. ഓക്കെ. എഴുതാ ചെയ്യുന്ന. ഇത് വായിച്ചെന്നാ ടീച്ചർ പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു. ഇതെന്താണ്? ബ അല്ലെ? അത് പഠിഞ്ഞോ? ഇതെന്താ? ബ ബ ബ മാത്രമേ പറയുന്നുള്ളൂ. ഇതെന്താണ്? ത പഠിഞ്ഞോ? ത. Ta. ആ സ. Ta. വെരി ഗുഡ്. ബറക്കല്ലാഹു ഫീക്. ബി. B. ഓക്കെ. ടി. No. T. സി. C. മാഷാഅല്ലാ മബ്രൂക്ക്. ബു Boo. ബു. Boo. ഓക്കെ. തു. ആ തു. Two. ഓക്കെ. സു സു. ഓക്കെ. അപ്പൊ അങ്ങനെ. അപ്പൊ അത് ഏകദേശം പഠിഞ്ഞില്ലേ? എന്നത് മതിയോ? ഈ 3 അക്ഷരം മതിയോ? അതോ ഒരക്ഷരം കൂടി പഠിക്കണോ? ഉം ഇത് മതിയോ? എന്നാ ഇത്. ആ ഇതെന്നാ എന്താ പറഞ്ഞേ? പഠിക്കണോ? അത് പറ്റില്ല. നിങ്ങൾക്ക് ശരിക്കും പഠിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇതന്നെ ഒന്നും കൂടെ എഴുതി. നിങ്ങൾ സ്ക്രീനിൽ നോക്കി. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീനിൽ നോക്കട്ടോ. അപ്പൊ ഞാനിന്ന് നമുക്ക് നാളെ പഠിക്കാം അടുത്ത അക്ഷരം. അപ്പോ ഞാൻ ഒന്നും കൂടി എഴുതി തരാം. ഓക്കെ. എന്താണ് നമ്മൾ എങ്ങനെയാ ബ ആണെന്ന് തിരിച്ചറിയാ? എവിടെയാ നമ്മൾ ഡോട്ട് ഇടാ ബ ആണെങ്കില്? ബായാണെങ്കിൽ ഇവിടെ dot ഇടാം. ഓ അതിന്റെ താഴെയാണോ മേലെയാണോ? താഴെ. മാഷാഅല്ലാ. അപ്പൊ താഴെ ഇട്ടാല് ബ വായിക്കും അല്ലേ? അതേപോലെ നമ്മൾ ത ആണെങ്കിൽ എവിടെ ഡോട്ട് ഇടുക? എത്ര ഇടണം? 2 ഡോട്ട്. അപ്പൊ എന്താ വായിക്ക? വാ. വെരി ഗുഡ്. താക്ക് എത്ര ഡോട്ട് ഉണ്ട്? 2. 3. താക്ക് 3 എണ്ണം. 3 dots on the top.
3 dots on the top. Okay? ഓക്കെ. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ മേലെ വരട്ടപ്പോ ബ ത സ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് അതിന്റെ ഒക്കെ താഴെ വരട്ട് നോക്കാം. അപ്പൊ എന്താ വായിക്ക? B ആ C ആ പോരട്ടെ പോരട്ടെ എല്ലാരും പറയും. ബി C ആ സി സി പറയുമ്പോ നാവ് ശ്രദ്ധിക്കുന്നില്ലേ? ഇനി നമ്മൾ എന്താ ഒന്നും കൂടി ചെയ്യണ്ടേ? അതിന്റെ ടോപ്പില് ഒരു വളഞ്ഞ ഉകാരം അല്ലേ? ഉകാരിട്ടപ്പോ എന്താ വായിച്ചേ? ബു. എന്താണ്? ബു വെരി ഗുഡ്. പിന്നെ ഇതെന്താ? ഇത് തു തു. മറ്റേത് സു. അബ്രാം പടിഞ്ഞ അബ്രാം പടിഞ്ഞ പ ത സ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം ബ ബി ബു അങ്ങനെയും പഠിക്കാം. അതല്ലേ എളുപ്പങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞത് ഒരു 2-3 പ്രാവശ്യം എഴുതണ്ട. ഞാൻ വെരി ഗുഡ്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പറഞ്ഞോളൂ. ആ ഓക്കെ. മാഷാഅല്ലാ മാഷാഅല്ലാ ബറകാതുഹു. അപ്പൊ പഠിഞ്ഞല്ലേ? സാന്റെ കുത്തിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 2 എണ്ണം ഒരേപോലെ അതിന്റെ തൊട്ട് മേലെ 2-ന്റെയും കൂടി മധ്യത്തിലായിട്ട് അടുത്തത് എഴുതാം കേട്ടോ. അപ്പൊ സ സി സു. ഇനി അതൊന്ന് സ്പീഡിൽ പറഞ്ഞത് 3 സ്പീഡിൽ പറഞ്ഞേ. ബ ബി ബു. ഓക്കെ. അബ്രാമിന് സദാ നോട്ട് ബുക്കും പെൻസിലും കൊടുത്താൽ മതി കേട്ടോ. അവന് എനിക്ക് തോന്നുന്നു അതിലോട്ട് അവന്റെ ശ്രദ്ധ വല്ലാതെ പോകുന്നുണ്ട്. സദാ ഒരു പെന്ന് കൊടുത്താലും മതിയാവും. ഇന്ന് അവന് ബോറടിച്ചു മതി. എന്നാലും കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഇരുന്നല്ലോ ഒന്ന്. അപ്പൊ എന്താ മോളെ വായിച്ചേ? ബ ബി ബു. ഓക്കെ. ത തി തു. ഇതൊന്ന് വായിച്ചേ, എന്നിട്ട് നമുക്ക് നിർത്താം. സ സി സു. ഓക്കെ. ഒന്ന് വായിക്കൂ എല്ലാരും കൂടി. ഇതെന്താ വായിക്ക? ബി ബു. ആ ത തി തു. ത തി തു. സ സി സു. ഓക്കെ. സു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ വല്ലാണ്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. നമ്മളിന്ന് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അത് മതിയോ? ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ എത്തിയാരോ? നിങ്ങളാണ് ഇപ്പൊ ഏറ്റവും ബാക്കില്. ഫ്രണ്ട്സ് നിങ്ങളെ മുമ്പിൽ എത്തിക്കണം. അപ്പൊ നാളെ നമുക്ക് പെട്ടെന്ന് പഠിക്കണം കേട്ടോ. അവരൊക്കെ ഇത് ഒരുമിച്ച് എഴുതൽ തുടങ്ങി. നമ്മൾ ഇന്ന് ഒത്തിരി നേരം വൈകിയില്ലേ? അതാണ് ഒന്നാമത്. ഓക്കെ. അപ്പൊ ഇന്ന് നാളെ ഉഷാറായിട്ട് വരണം കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ട് വരില്ലേ? ഇന്ന് പഠിച്ചത് ഒന്ന് എഴുതി പഠിക്കൂലേ വീട്ടിൽ നിന്ന്? ഓക്കെ. ഒക്കെ ഇന്ന് നമുക്ക് നിർത്താം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ. അസ്സലാം. ബറക്കല്ലാഹു ഫീക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.